ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ വിൻകുട്ട എന്നോട് പറഞ്ഞു, ചീതുമാ തനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്, ഉടനെ ഞാൻ കൊണ്ടുവരാം, പ്രിപ്പയർ ആയിരുന്നോളാൻ. എനിക്ക് പണ്ട് തൊട്ടേ സർപ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വളരെ പേഷ്യന്റ് ആയിട്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ, എനിക്ക് ഭയങ്കര ക്ഷമയാണ്. ഞാൻ ഇങ്ങനെ വിൻകുട്ടയെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വരും, എന്തോ ആയിരിക്കും അറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യോ, വെയിറ്റ് ചെയ്ത് എനിക്ക് പറ്റുന്നില്ലേ. ആ വരുന്നുണ്ട്. എത്ര നേരം ഞാൻ നോക്കിയിരിക്കുന്നേ. കിട്ടിയാ എന്ത് കണ്ട? ഒരു തിളങ്ങുന്ന കവറ് ഉണ്ട്. എന്തുവാ തിളങ്ങുന്ന കവറില്? ഇരുക്കുട്ടി അങ്ങനെ കാണിച്ചാൽ മനസ്സിലാവത്തില്ല. തിളങ്ങുന്ന ചിട്ടി റോബോ സ്കാൻ ചെയ്യൂ. അതെന്തുവാ അങ്ങനെ സ്ക്വയറിലിരിക്കുന്ന സാധനം? ഇരുക്കുട്ടി താവരിക്കട്ടെ. ഓൾറെഡി കുറെ നേരം വെയിറ്റ് ചെയ്ത് സ്ക്വയറിലെ സാധനം ഞാൻ മാത്രമല്ല, അവര് വെയിറ്റ് ചെയ്തൊരു പരിവായി. എന്തുവാ നോക്ക്, ഹാരി പോട്ടർ മോണോപ്പൊളി. അയ്യോ, എന്റെ ഫേവറേറ്റ്. ഈ മേലെ ഗിഫ്റ്റ് കൊടുക്കരുത്, കടി കിട്ടും. സ്നേഹം വന്നപ്പോ കടിച്ചതായിരുന്നു. തല്ലുകയും ചെയ്യുന്നുണ്ട്. ഗായ്സ്, ഞാൻ ഭയങ്കര മോണോപ്പൊളി ഫാനാണ്. കാണുന്ന എത്ര പേർക്ക് ഈ മോണോപ്പൊളിനെ പറ്റി അറിയും എന്ന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. അതെ, എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി ഒരു ബോർഡ് ഗെയിമാണ്. നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ബോർഡ് ഗെയിമാണ്. ഫ്രണ്ട്സ് ആയിട്ടും കസിൻസ് ആയിട്ടും ഒക്കെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ നല്ല 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 അടിപൊളി സാധനമാണ്. അടി പൊട്ടുന്ന ഗെയിമാണ്. ഇല്ല, ഇത് ആക്ച്വലി എന്റെ അടുത്ത് മോണോപ്പൊളിയുടെ ഒരു കളക്ഷൻ തന്നെയുള്ളു. ഞാൻ പറയാം, ചെയ്തുമ്മയ്ക്ക് ഞങ്ങൾ ആക്ച്വലി കുറച്ച് നാൾ മുമ്പേ ഒരു മോണോപ്പൊളിയുടെ ഗെയിം വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഗെയിം വേറെ, നമ്മള് ഓരോരുത്തരുടെ കരുക്കള് ഇങ്ങനെ എറിഞ്ഞ് തട്ടി ബോർഡിന് പുറത്തേക്ക് ഇടണം. അപ്പൊ അത് കളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് ഒറിജിനൽ മോണോപ്പൊളി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഒറിജിനൽ മോണോപ്പൊളി അടിച്ചു കൊടുത്ത്. അത് കളിച്ച് ഹരം കയറി സിനിമ പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഓൺലൈനിൽ പല വെർഷൻ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് ഇഷ്ടം, ഇയാള് ഹാരി പോട്ടറിന്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഞാനത് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ എനിക്കറിയാം, റൂൾസ് എനിക്ക് അറിയാൻ പറ്റും. റൂൾ സെയിം ആയിരിക്കും, പക്ഷെ അകത്തുള്ള എഴുത്തും കുത്തുകളും മറ്റേ മാജിക്കിന്റെ സംഭവം എന്തൊക്കെ ഉണ്ട് അതില്. എന്റെ പൊന്നെ, ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ നോക്കി ഇപ്പൊ അല്ല, കുറച്ചാള് മുമ്പ് നോക്കി വെച്ചേക്കായിരുന്നു. നീ എന്നാലും ഓർത്തെനിക്ക് വാങ്ങിച്ചു തന്നല്ലടാ. ഇല്ല, അടിപൊളി സാധനമാണ്. ഈ നിങ്ങളുടെ കൊച്ചുങ്ങളൊക്കെ ഭയങ്കര മൊബൈൽ അഡിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നണൊക്കെ ഉണ്ടെങ്കിൽ ഈ സത്യം ഒരു മോണോപ്പൊളി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. 2 പേര് തൊട്ട് 6 പേര് വരെ കളിക്കാം. പക്ഷെ കളിക്കാൻ മിനിമം 2 പേര് വേണം. പക്ഷെ ഒരു 8 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊട്ടാണ് ഇവരിത് സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഗൈസ്, എന്റെ അടുത്തുള്ള വേറെ 2 മോണോപ്പൊളി കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് തുറക്കട്ടെ. ഞാനിത് ഒറിജിനലാണ്. നോക്ക്, ഇതിന്റെ ഉള്ളിൽ എന്താ നോക്കാം. ഹലോ നിക്ക് നമുക്ക് ഇപ്പൊ നമ്മുടെ കസിൻസിനെ കാണാൻ പോവാം. ഇത് കളിക്കാരാ? ഓയ്യാ, പൊളിക്കും. താമ്പ് റെഡി ആവും. ഗായ്സ്, ഇതിന്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാം. ആർക്കുമല്ല, കുറെ പേർക്ക് അറിയാൻ പാടില്ല, എനിക്കറിയാം. കാര്യം ചെയ്യാം, റെഡി ആവട്ടെ. ഞങ്ങൾ ഇത് കളിക്കുമ്പോ എങ്ങനെയാണ് കളി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. റെഡി ആയിട്ട് വാ. അപ്പൊ ഞാനിവിടെ റെഡി ആവാൻ പോകണം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. നേരത്തെ വിനു പറഞ്ഞില്ലേ എനിക്ക് 2 മോണോപ്പൊളി വാങ്ങി തന്നിട്ടുണ്ട്, ഒന്ന് നോക്കൌട്ടും പിന്നെ ഒറിജിനൽ മോണോപ്പൊളി. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് വിനു ആദ്യം പറഞ്ഞ നോക്കൌട്ട് മോണോപ്പൊളി. ഇതാണ് രണ്ടാമത്തെ ഒറിജിനൽ മോണോപ്പൊളി. 2 നല്ല അടിപൊളി ഗെയിമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഹാരി പോട്ടർ. ഓക്കെ, ബൈ ദ ബൈ നമുക്ക് റെഡി ആവാം. അപ്പൊ റെഡി ആവുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒന്ന് സ്കിൻ കെയർ ചെയ്യുവാണ്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് എക്സ്പീരിമെന്റ് ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം ഒരുപാട് പിമ്പിൾസ് വന്നു. എന്നിട്ട് അത് കാരണം ഡാർക്ക് സ്പോട്ട്സ് വന്നു. ഹോർമോണൽ ചേഞ്ചസ്, പീരീഡ്സ്, സ്ട്രെസ്, അങ്ങനെ ഓരോ സാധനം വരുമ്പോഴത്തേക്കും പിമ്പിൾസ്, പിന്നെ നമ്മുടെ ഡയറ്റ് ഒക്കെ അനുസരിച്ച് പിമ്പിൾസ് വരും. അത് പോയി കഴിയുമ്പോൾ ഡാർക്ക് സ്പോട്ട്സ് വരും. അപ്പോൾ എന്തായാലും ഫേസ് വൃത്തികേടാകാതിരിക്കാൻ അതിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് ഹിമാലയ സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സെറം. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്കും 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നിയാസിനമൈഡും ആണ് ഉള്ളത്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് 2-3 ഡ്രോപ്സ് ഓഫ് സെറം ഫേസിലും നെക്കിലും ട്വൈസ് ഡെയിലി അപ്ലൈ ചെയ്യും. എന്നിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ജെന്റ്ലി അത് അബ്സോർബ് ആവുന്നവരെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഫോളോ അപ്പ് മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്ത്
ചെയ്താൽ നൈസ് ആയിരിക്കും. ഇത് സ്കിന്നായിട്ടൊന്ന് സെറ്റ് ആയ നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ഇവര് പറയുന്നത്. കാരണം ഇത് ഡാർക്ക് സ്പോട്സ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ലൈറ്റ് വെയിറ്റ് ഫോമുല നമ്മുടെ സ്കിന്നിലേക്ക് ക്വിക്ലി അബ്സോർബ് ആയിട്ട് ഡാർക്ക് സ്പോട്സ് ക്ലിയർ ചെയ്തിട്ട് നല്ല ഗ്ലോയിങ് സ്കിൻ തരുന്നു. പ്രൊഡക്റ്റ് നൈസ് ആണ്. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് പിന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ നല്ല ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആട്ടോ. വേണ്ടവർ ഇപ്പൊ തന്നെ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് അപ്പൊ ബ്ലോഗിലേക്ക് കിടക്കാം. കം ഓൺ. യെസ്, ദിസ് ഇസ് മൈ ഫേവറേറ്റ് മോണോപ്പൊളി, ഹാരി പോട്ടർ, എ മാജിക്കൽ അഡ്വഞ്ചർ അറ്റ് ഹോഗ്വാർട്സ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ദിസ് ഇസ് ദ ബോർഡ് ഓഫ് ഹാരി പോട്ടർ. ദിസ് ഇസ് ഔൾ പോസ്റ്റ് ആൻഡ് ഇതിൽ അറ്റ് എ ടൈം 6 പേർക്ക് കളിക്കാം. 2 പേർ മുതൽ 6 പേർ. ഈ കാണുന്ന 4 കാർഡുകൾ, ഓരോ കാർഡും ഓരോ ഹൗസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രിഫിൻഡോർ, സ്ലിതറിൻ, ഹഫിൾപഫ് ആൻഡ് റേവൻ. ഇതിൽ ഏതെങ്കിലും ഒരു ഹൗസ് ഗ്രൂപ്പിൽ പ്ലെയേഴ്സ് ജോയിൻ ചെയ്തിരിക്കണം. ഇനി ആര് ആദ്യം കളി സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയാനായി ഓരോരുത്തർ ഡയസ് റോൾ ചെയ്യുമ്പോൾ വീഴുന്ന 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഏറ്റവും ടോപ്പ് സ്കോർ കിട്ടുന്ന ആൾ ആരാണോ അവരാണ് ആദ്യം കളി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കളി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യത്തെ ആളിൽ നിന്ന് ഇടത്തേക്കാണ് ഡയസ് പാസ് ചെയ്യേണ്ടത്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം. ഇനി കളിയുടെ ബാക്കി മെയിൻ റൂൾസ് പറയാം. പ്ലെയേഴ്സ് കൂടാതെ മറ്റൊരാളെ ബാങ്കർ അഥവാ പെർഫെക്റ്റ് എന്ന പേരിൽ തെരഞ്ഞെടുക്കും. അദ്ദേഹമാണ് കളി തുടങ്ങുമ്പോഴും കളി അവസാനം വരെയും നമ്മൾക്ക് പൈസ തരുന്നത്. കൂടാതെ തുടർന്നുള്ള ലേലം വിളികൾ, തർക്കങ്ങൾ എല്ലാം പരിഹരിക്കാനുള്ള അധികാരവും അദ്ദേഹത്തിന്. കളി തുടങ്ങുമ്പോൾ ഓരോ പ്ലെയർക്കും ആദ്യം തരുന്ന പൈസ 50ന്റെ 5 പോയിന്റും 10ന്റെ 10 പോയിന്റും. അതായത് ഓരോരുത്തർക്കും 300 പോയിന്റ് അഥവാ 300 രൂപ കയ്യിലുണ്ടാകും. കളി തുടങ്ങാം. ഡയസ് റോൾ ചെയ്ത് വരുന്ന സംഖ്യയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കരുക്കൾ നീങ്ങി തുടങ്ങാം. നമ്മളുടെ കരു എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നമ്മൾക്ക് ആ സ്ഥലം വാങ്ങാം. സ്ഥലത്തിന്റെ വില എത്രയാണെന്ന് കൃത്യമായി ബോർഡിൽ എഴുതി കാണും. ആ പണം ബാങ്കർക്ക് കൊടുത്തതിന് ശേഷം ആ സ്ഥലത്തിന്റെ ഡീഡ് അഥവാ ആധാരം ബാങ്കറിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഓരോ സ്ഥലത്തിനും ഓരോ വിലയാണ്. നിങ്ങൾക്ക് ഇനി ആ സ്ഥലം വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബാങ്കർക്ക് കൊടുക്കാം. ബാങ്കർ അത് ലേലത്തിൽ വെക്കും. മറ്റേത് പ്ലെയറിന് വേണമെങ്കിലും എമൗണ്ട് കൊടുത്ത് ബാങ്കറിൽ നിന്ന് ആ സ്ഥലം വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ലേലം വിളിക്കുന്ന വ്യക്തി ആരാണോ അയാൾക്ക് മാത്രമേ ബാങ്കറിന് അത് കൊടുക്കാൻ സാധിക്കൂ. ഇനി നമ്മൾ വാങ്ങിയ ആധാരത്തിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മളുടെ ആ പ്രോപ്പർട്ടിയിൽ കൂടി മറ്റേതൊരു പ്ലെയർ വന്നിരുന്നാലും ആ ആധാരത്തിലുള്ള റെന്റ് എത്രയാണോ അത് ആ പ്ലെയർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ അതിലൂടെ പോകാൻ സാധിക്കൂ. ഓരോ സ്ഥലത്തിനും ഓരോ റെന്റാണ്. അത് കൃത്യമായി ആധാരത്തിൽ എഴുതിയിട്ടുണ്ടാകും. അതനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ്. ഓരോ പ്രോപ്പർട്ടിക്ക് മുകളിലും ഓരോ കളർ സെറ്റ്. കളർ പ്രകാരം ഒരേ നിറത്തിലെ 3 പ്രോപ്പർട്ടി ഒരു പ്ലെയർ സ്വന്തമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ഇരട്ടി റെന്റ് കൊടുത്താൽ മാത്രമേ അതിലൂടെ കടന്നു പോകാൻ മറ്റു പ്ലെയേഴ്സിന് സാധിക്കുകയുള്ളൂ. ആ പ്രോപ്പർട്ടിയിൽ ഒരു ക്രസ്റ്റ് അഥവാ വീട് കൂടെ സ്ഥാപിക്കുകയാണെങ്കിൽ വീണ്ടും അതിനേക്കാൾ കൂടുതൽ റെന്റ് കൊടുത്താൽ മാത്രമേ മറ്റു പ്ലെയേഴ്സിന് അതിലൂടെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്ലെയർ 3 കളർ സെറ്റുള്ള പ്രോപ്പർട്ടി സ്വന്തമാക്കാതിരിക്കാൻ കൂടെയുള്ള പ്ലെയേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ടാക്ടിക്കൽ പ്ലേ. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. കടന്നു പോകാൻ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ കോയിൻ ആ പ്രോപ്പർട്ടി പോയി ഇരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതിന്റെ ഓണർക്ക് പൈസ പേ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, പ്രോപ്പർട്ടിയിൽ പോയി ഇരുന്നതിന് ശേഷം ആ പ്രോപ്പർട്ടി ഓണർ റെന്റ് ചോദിക്കാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് കൊടുക്കേണ്ട. പിന്നെ ഇതിൽ വരുന്ന മെയിൻ 2 സാധനമാണ് 2 സ്പെല്ലുകളും ചെക്ക് പോസ്റ്റുകളും. സ്പെല്ല് വാങ്ങുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് അറിയാമോ? മറ്റു പ്ലെയേഴ്സ് അതിനകത്ത് വന്നിരുന്നാൽ റോൾ ചെയ്തതിന് ഡയസിൽ വരുന്ന നമ്പർ ഏതാണോ അതിൽ ഏറ്റവും വലുതിന്റെ 4 ഇരട്ടി ആ പ്രോപ്പർട്ടി ഓണർക്ക് കൊടുക്കണം. ഇനി സെയിം പ്ലെയർ തന്നെ ആ 2 സ്പെല്ല് ഓൺ ചെയ്താൽ എന്റെ ഡയസ് വീണ് കഴിയുമ്പോൾ അതിലുള്ള 2 നമ്പറും കൂട്ടി കിട്ടുന്ന തുക എത്രയാണോ അതിന്റെ 10 ഇരട്ടി അയാൾക്ക് കൊടുക്കണം. ഇനി ആ മൂങ്ങയുടെ നെഞ്ചത്തിരുന്ന സാധനമാണ് ചെക്ക് പോസ്റ്റ്. അത് ഭയങ്കര മിസ്റ്റീരിയസ് ഹിഡൻ തിങ് ആണ്. അതുകൂടാതെ ജയിലുണ്ട്, ഫ്രീ പാർക്കിംഗ് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇതിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അത് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് കസിന്റെ വീട്ടിൽ വന്നേക്കാണ്. കമോൺ, നിങ്ങൾ വരും, നമുക്ക് ഒന്നിച്ചാവാം. വീടെത്തി തിരക്കുകളാ പറ്റിച്ചെന്നുണ്ട്. നമ്മൾ ആരും കാണുന്നില്ല. വിശ്വാസമായതുകൊണ്ട് പുറത്തുനിന്ന് കൂട്ടിട്ടാ പോയത്. നല്ല വീട്ടുകാരാ. ഡോറ് പുറത്ത് കൂട്ടിയിട്ടേക്കും തുറക്കാൻ വേണ്ടി. കളിക്ക് നോക്കട്ടെ. റൂളൊക്കെ വായിച്ച് പറഞ്ഞു തരണോ? ഇല്ല, വ്യത്യസ്തം ഉണ്ടോ? കണ്ടാ ഒന്നും ഇല്ല. പെട്ടിയൊക്കെയാ ലോക്കിട്ട പെട്ടിയൊക്കെ കാണിച്ചേക്കുന്നത്. നമുക്ക് വേണ്ടി സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ പൈസ ആയതുകൊണ്ട് തന്നെ അണ്ണാക്ക് വെന്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ചെറിയ പാത്രത്തില് ഡോളിന് ചട്ടിയിലും. ഓക്കെ ഗൈസ്, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്ലെയർ 1, പ്ലെയർ 2, പ്ലെയർ 3, പ്ലെയർ 4, പ്ലെയർ 5, പിന്നെ മെയിൻ പ്ലെയർ ഞാൻ. ബാങ്കറിനെ കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമ്മള് കളി തുടങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അത് വരെ ബാങ്കർ പൈസ ഞങ്ങൾക്ക് വീതിച്ചു തരേണ്ടതാണ്. ഒരാളിന് 300 രൂപ, അതായത് 50-ന്റെ 5 എണ്ണോ 10-ന്റെ 10 എണ്ണോ. ഓക്കെ, എനിക്ക് 50-ന്റെ 5 എണ്ണം കിട്ടി. 4 എന്റെ വണ്ടി ഇവിടെ. 1 2 3 4. അപ്പൊ ഫ്ലിച്ച് ലൂസ് 20. ലൂസ് 20. അപ്പൊ 20 പോയിന്റ് വിനുവിന്റെ കയ്യിൽ നിന്ന് പോകും. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ലൂസ് 20. അപ്പൊ ബാങ്കർക്ക് 20 രൂപ തിരിച്ചു കൊടുക്കും. അതായത് 2 ഡയസിലും സെയിം നമ്പർ വന്നതുകൊണ്ട് റീറോൾ ഉണ്ട്. 6 1 7 1 2 3 4 5 6 7. ഹോക്സ്മെയ്ഡ് സ്റ്റേഷൻ ഇത് 20 രൂപ. 20 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ സാധനം വിനുവിന് മേടിക്കാം. മേടിക്കുന്നുണ്ടോ? ബാങ്കർ 30 എടുക്കും. 50 കൊടുത്തിട്ടുണ്ട്. ബാങ്കർ ബാക്കി 30 തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി വിനു വാങ്ങിച്ചു. ആധാരം ബാങ്കർ കൊടുക്കേണ്ടതാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ആധാരം കിട്ടി. ഇനി ഈ പ്രോപ്പർട്ടി ഏതവൻ കേറിയാലും എനിക്ക് 20 റുപ്പീസ് റെന്റ് തരണം. എല്ലാരും ഞെട്ടി കേട്ടോ. എന്താ എല്ലാം ഫിയറായി എത്ര പെട്ടെന്ന് അങ്ങനെയല്ല. ഈ കളി ചട്ടി പറഞ്ഞെന്നറിയാവോ? ഞങ്ങള് ഈ കളി 1 2 3 4 5 തെറ്റുകളും ഞാൻ ഒറ്റയെന്നാ പറഞ്ഞത്. എനിക്കാരും കൂടെ നിന്ന് കാല് വിട്ടുന്നവൻ. ഇതുപോലത്തെ 5 സ്ക്വിഡ് ഗെയിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. തോണേ കളി. ഒരു മിനിറ്റ്, ഒരു മഹാത്മക്ക് പറഞ്ഞായിരുന്നേ വിനിച്ചേട്ടാ, നിങ്ങൾ എന്റെ റൈവൽ ഒന്ന്. 4 1 2 3 4 ആ ലൂസ് 20. ട്രെയിൻ ആണേ. ഇനി സ്വാമി ഇട്. 10 അമ്പോ നീ എടാ നീ. 1 2 3 4 5 6 7 8 9 10. ഇല്ല വിസിറ്റിംഗ് ഇത് വിസിറ്റിംഗ് ആട്ടോ. ജയിലിൽ കയറി വിസിറ്റിംഗ് ആട്ടോ. സൈഡിൽ കൂടെ പോയുള്ളൂ. സിനിമ കമാൺ. ചാമുണ്ടി 9. ഓർമ്മ അല്ലല്ലേ? ഫോർബിഡൻ ഫോറസ്റ്റ് എത്ര രൂപ? 10 രൂപ കൊടുത്താ വാങ്ങിക്കാം. അങ്ങനെ ചെയ്തുമ്പോ ഇതാ ആധാരം കിട്ടിയിരിക്കുകയാണ് ഫോർബിഡൻ ഫോറസ്റ്റിന്റെ. ഇനി ഇവിടെ കേറുന്നവർക്ക് റെന്റ് 10 രൂപ കേട്ടാ. 10 രൂപ. ഈ പറമ്പ് എന്റെ സ്വന്തം. ഓക്കെ, ഇത് കേറണവർക്ക് 2. അവൻ ഔട്ട് പോസ്റ്ററാ. നീയല്ലേ ഇത്? അപ്പൊ ഇതിപ്പം ഔട്ട് പോസ്റ്റ് കയറി നമുക്ക് ഈ ഔളിന്റെ വയറ്റത്തിൽ ഒരു കാർഡ് എടുക്കാം. എത്ര കാർഡ്? ഷോണാണോ ഭാഗ്യം? വായിച്ചേ എന്താണത്? വലുതാ. നീ വായിച്ചോ. ഗോ ബാക്ക് 4 സ്പേസസ്, ഫോളോ ദ റൂൾസ് ഓഫ് ദാറ്റ്. അപ്പൊ പിന്നെ ഗോ കയറി. യു സ്റ്റംബിൾ ബാക്ക്വേർഡ് ഇൻ ദ സ്റ്റാൻഡ്സ് ആസ് എ റോഗ് ബ്ലഡ്ഗർ ഹേർട്ടിൽസ് ബൈ യു അറ്റ് ഗ്രിഫിൻഡോർ വേഴ്സസ് ഹഫിൾപഫ് ക്വിഡിച്ച് മാച്ച്. എന്താ ഞാൻ വെച്ചി? നീ ആരടാ? നീ ഏത് ടീമാന്ന് പറഞ്ഞല്ലോ? നീ ഗ്രിഫിൻഡോർ അല്ലേ? ഓക്കെ, അപ്പൊ നീ 4 സ്പേസ്. അപ്പൊ ഇല്ലല്ലോ. അപ്പൊ നേരെ മക്കള് ബാക്കിലോട്ട് വിട്ടു. ഇനിയിപ്പൊ ഇത് ബാക്കിലോട്ട് വെച്ചോ. ടീം ഡിവൈഡ് ചെയ്തില്ലോ. അയ്യോ, ഞാനാണ് പച്ച കേട്ടോ. ഈ ടീം ഞാൻ എടുത്തേ. പച്ച ഞാൻ. ഇതെന്ത് ബ്ലൂ നീ ആണോ? അപ്പൊ ഒരെണ്ണം എടുത്തോ. അപ്പൊ ഞാനും ഡോണും പച്ച. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടം. ഐ ചൂസ് ചെയ്യല്ലോ. അവൻ ബ്ലൂ എടുത്ത്, അവർ റെഡ് എടുത്ത്. ഞാൻ പച്ച. സിംഗിൾ എടുക്കട്ടെ. ഓക്കെ, നിനക്ക് ഇതിൽ ഏതാണോ എടുക്കാൻ വയ്യവന് കാൽ വയ്യ. നൈസായിട്ട് അവന്റെ ടീമിൽ തന്നെ കയറ്റിയതാണ്. അവൻ ബ്ലൂ ആണ്. അപ്പൊ ടീമല്ലല്ലോ. ടീമല്ല, ഒന്നുമില്ല. ദിദി കിട്ടുന്ന 8ന്റെ പണിയിൽ അവർ എഴുതിയിട്ടുണ്ടാവും ഇന്ന കാർഡിന്റെ ഉടമയാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഷോ എടുത്ത് ഒരെണ്ണം ഓർമ്മയുണ്ടോ? അതില് പറഞ്ഞിട്ടുണ്ട് എനി ഹഫിൾ പഫ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് താൻ മഞ്ഞാണോ? മഞ്ഞല്ലേ? ഇഫ് എനി ഹഫിൾ പഫ് ആർ പ്ലേയിങ് യു മേ ഫോഴ്സ് വൺ ഓഫ് ദം ടു മൂവ് ടു ദ സ്പേസ് ഇൻസ്റ്റഡ്. അതായത് ഇപ്പൊ നിനക്ക് പകരം വേണമെങ്കിൽ ഇതുമേ കയറ്റാൻ കൂട്ടും ബാക്കിലോട്ട്. ടീം ഇപ്പഴാ തിരിച്ചത്. അടുത്ത കളി തൊട്ട് ആപ്ലിക്കബിൾ ആക്കാൻ പാടുള്ളൂ. അല്ല ഇറങ്ങാട്ടോ. ഇല്ല, കഴിഞ്ഞു. റെഡി? അടുത്ത ആരാ? രനു എറി ആണെന്നോ? എന്നാ കേട്ടോ. 3 6 3 9 9 എവിടെ? അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമ
എന്റെ പ്രോപ്പർട്ടിയിലാണ് ഷോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രകാരം 10 രൂപ ഷോൺ എനിക്ക് തന്നെ താടാ, റെന്റ് തടാ. കന്നി കൈനീട്ടും 12 ചൂലുമായിട്ട് വരുന്നുണ്ട്. എനിക്ക് വേണോ അല്ല 20 രൂപ. ലുമോസ് 20 രൂപ കൊടുത്ത് ഡെനു ആ പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നു. ആധാർ നീ ഇത് വാങ്ങിച്ചില്ലയോ? ഇപ്പൊ ഇതിൽ ഞാൻ കയറിയെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഡൈസ് റോൾ ചെയ്യാൻ പോവാണ്. 5, 4, 9. ഇതിലിടയിൽ ഏറ്റവും കൂടുതലാണുള്ള ഹൈസ്റ്റ് 5 അല്ലേ? 5ന്റെ 10 ഇരട്ടി, അതായത് 50. അതിന്റെ കാരണം നിനക്ക് ഇപ്പം ഒറ്റ ലുമോസേ ഉള്ളൂ. നീ ഇപ്പം 2 എണ്ണം ഒരെണ്ണം ഉണ്ടോ? ഇത് 2 നീ വാങ്ങിച്ചു വിചാരിച്ചോ. അഗുവാമെൻഡി ഇത് 2 സ്പെല്ലാട്ടോ, സ്പെൽസ് മന്ത്രങ്ങള്. ഇത് 2 നീ വാങ്ങിച്ചു വിചാരിച്ചോ. എന്നിട്ട് ഇഷ്ടമുള്ളത് കയറി ചോദിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ റോൾ ചെയ്യാൻ ചോദിച്ചു. 9ന്റെ 10 ഇരട്ടി. ഓക്കെ, ഒന്നുണ്ടെങ്കിൽ ഏറ്റവും ഹൈസ്റ്റ് 10 ഇരട്ടി, 2 ഉണ്ടെങ്കിൽ 2 എണ്ണത്തിന്റെ 10 ഇരട്ടി. ഇപ്പം ഔട്ട്പോസ്റ്റ് ഇതുവരെ നമുക്ക് വെള്ള കാർഡ് ഉണ്ടായിരുന്നത്, ഇപ്പൊ റെഡ് വന്നിട്ടുണ്ട്. അടുത്ത കിട്ടുന്നവന് ഭയങ്കര ലക്കായിരിക്കും കേട്ടോ, ഡേഞ്ചർ ആണ്. ആണോ? നിന്റെ കളിയാ. ഔട്ട്പോസ്റ്റ് പണ്ടാരം 1, 2, 3, 4, 5, 6 വേണ തീർന്നേ. 5 സമാധാനായി. ഇനി നമ്മളെല്ലാവരും ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങക്ക് ബാക്കി അപ്ഡേറ്റ് കാണിക്കാം. ഡെനുവിന്റെ ഒരു പറമ്പ് വായിക്കാൻ ഇവിടെ ആൾക്കാർ തലക്കിടി. ഈ പറമ്പ് ഇത് ആകെ 20 രൂപയുള്ളൂ. ഇവിടെ ഒരുത്തര ആരാ പറഞ്ഞേ 60? ഡോളർ 60 രൂപയ്ക്ക് മേടിക്കാന്ന് പറഞ്ഞു. അനുവേ കുട്ടെ വേണ്ട, അത്രയും മണ്ടത്തരം കാണിക്കൂലേ. 60 രൂപയ്ക്ക് ഡോണിന് അത് ട്രേഡ് ചെയ്തിരിക്കുകയാണ് ഡെനു. ഓക്കെ, അപ്പൊ അങ്ങനെ ഫസ്റ്റ് ട്രേഡ് ഇവിടെ നടന്നിട്ട് പിന്നെ ഡെനു ഈ സാധനം വാങ്ങിച്ചില്ലായിരുന്നു. അതിന്റെ തന്നെ സെറ്റ് അവൻ വീണ്ടും വാങ്ങിച്ചു. റിച്ച് ആണ് ഇനി അവൻ. ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അടുത്ത ഔൾ പോസ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ലക്കാണെന്ന്. റെഡ് സാധനം അത് വേറെ ആർക്കല്ലോ, ഇദ്ദേഹത്തിന് തന്നെയാണ് കിട്ടിയത്. എടുക്കേ 1, 2, 3, 4, 5, 6. ചെവലക്കാട് വേണോ? ഓപ്ഷൻ വെക്കാം. ട്രേഡ് വേണോ? വേണ്ട, തന്നെ എടുത്താ മതി. ലേറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ടേം ഫസ്റ്റ്. ഓക്കെ, ഞാൻ എക്സാം ഹോൾ എടുക്കാൻ താമസിച്ചു പോയി. യു ഷുവർലി ഗെറ്റ് എ മന്ത് വർത്ത് ഓഫ് ഡിറ്റൻഷൻ. എനിക്ക് 1 മാസത്തെ കൂടെ പണിഷ്മെന്റ്. സോ ഗോ ടു ജയിൽ. Go directly to jail. Do not pass go. Do not get awarded 20 house points. Okay. തിരിച്ച് ഞാൻ വീണ്ടും കുഴപ്പമില്ല, എനിക്ക് എടുത്ത് വെച്ച് പ്ലോട്ട് വായിക്കാം. അങ്ങനെ ജയിൽ ഉദ്ഘാടനം ചെയ്തേക്കുന്നത് വിനുവാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെ സ്ട്രീറ്റ് അങ്ങനെ ദിവനും കിട്ടിയേക്കുവാണ്. ഈ ബ്രൗൺ കളർ 2 ബ്രൗൺ അവനും വാങ്ങിച്ചിട്ടുണ്ട്. ഈ മണ്ടന്റെ വരുന്നത് 40 രൂപയ്ക്ക് ഇവരത് വിറ്റ്. ടീം ഏത് വകയില് പൊന്നരകുത്തി കാണിക്കുമ്പോ ഈ കളറിലെ സെയിം പ്ലോട്ട് അവന് കിട്ടിയോണ്ട് ഇനി ഇവന് ഇതിൽ ക്രസ്റ്റ് പണിയാം. അതായത് നേരത്തെ ഒരു സാധനം കാണിച്ചില്ലേ, കുനുകുനാന്നിരിക്കുന്ന ഒരു കണ്ട, ഇത് വെച്ചിട്ട് അവന് പണിയാം. അപ്പൊ ഇനി അവന് കിട്ടുന്ന റെന്റ് കൂടും. നേരത്തെ 10 രൂപ മേടിച്ചു വരുന്ന സ്ഥലത്ത് അല്ല ഇപ്പൊ 20 രൂപ വാങ്ങിക്കാം, കാരണം 2 റൗണ്ട് സെറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി അവന് 20 രൂപ പേ ചെയ്യണം. ഈ ക്രസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ 40 രൂപ അവന് കൊടുക്കണം. അതിന് വേറെ കൊടുക്കാത്തത് പിന്നെ ഇത് കണ്ടോ? നേരത്തെ വെല്ലുവിളിച്ചൊരു സാധനം നിങ്ങക്ക് ഓർമ്മയുണ്ടോ? 10ന്റെ പൈസ. എങ്ങനെ 10ന്റെ പൈസ പോലും കയ്യില്ലാതെ ദാ ഇരിക്കുന്നു ഒരുത്തൻ. പ്രോപ്പർട്ടീസ് ഇരിക്കടാ, അതിപ്പോ വിൽക്കാലോ? വലിയ ഗൗണ്ടറാ. ഇപ്പൊ വിൽക്കാതൊക്കെ. നേരത്തെ എന്നെ പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നിട്ടാ പിച്ചയാന്ന് പറഞ്ഞോണ്ടൊക്കെ. ഇപ്പൊ എന്റെ ഒരു കാശാണ്. നേരത്തെ എന്നെ കളിയാക്കി ഒരുത്തരുണ്ട് എന്റെ ഓരത്തിരുന്നിട്ട്. എത്ര രൂപ ഉണ്ടോ കയ്യിലിപ്പോ? ഒന്നുമല്ല കയ്യില്. എന്റെ ഇപ്പൊ 100 രൂപയുണ്ട്. ഇത് എത്ര ഉണ്ടോ? 100ന്റെ 1 മാറ്റിയാ മതി. 2 മുട്ട. 110 രൂപ. ഇത് തരാം, അതല്ല മോനെ പറഞ്ഞേട്ടാ. ഈ ഒറ്റ കാർഡ് അവൻ അങ്ങോട്ട് തരാം. ഇപ്പൊ പിച്ചേട്ടാ, ദരിദ്രനാണ് തരാം. ഇത്രയും കാർഡ് തിരിച്ചു കൊടുക്കാവുന്ന. ഗൈസ്, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യം ഇവൻ ഔട്ട് ആയേക്കുവാണ് കേട്ടോ. അവന്റെ സാധന ജംഗമ വസ്തുക്കളൊക്കെ പൈസ ഇല്ലാണ്ട് ഭ്രാന്ത് കാണിച്ചവൻ ഡോണിന് വിറ്റു. അങ്ങനെ ഇവൻ ഔട്ടായിട്ടോ. ഇനി അടുത്ത് ഇവനെ പുറത്തു പോകാൻ പോണത് ഇപ്പൊ തന്നെ. എന്റെ കയറിയേ 80 രൂപ.
പിച്ചച്ചട്ടി എടുത്തോണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഈ ചെക്കൻ ചോദിച്ചേ ഇവിടെ ഏതാ പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു. പണ്ടാരം ഡോണിന് 200 രൂപ റെന്റ് കൊടുക്കണം. ഞാൻ 60 കൊടുത്തിട്ടാ. ആ ബാക്കി എത്രയാണ്? 140. അത് പാക്കാതെ ഇവരെല്ലാരും കട ഞാൻ തീർക്കാം. വാ എന്റെ കൂടെ വാ. സിനിമ കയറുവേ. എനിക്ക് 80 രൂപ തരാം. ഒരു 2 കാർഡ് തരാം. 2 കാർഡ് തരാം 80 രൂപയ്ക്ക്. 2 രൂപ 5, 6, 7, 8 കൊടുക്കുവാണേ. ഓക്കെ അപ്പൊ ഇതിലും പിന്നെ വിട്ടായില്ലോ കേട്ടോ. അടുത്ത നോക്കാം. 6 എവിടെ നീ? 1, 2, 3, 4, 5, 6. ജയിലിലൊന്നും അല്ല. റീറോള് 10 ഇരട്ടി എനിക്ക് തന്നെ. ഹുക്കും ടൈഗർ കാ ഹുക്കും. 7 70 രൂപ. എന്താ കാണുന്ന ഞാൻ പണക്കൂമ്പാരോ? ഭജനാവോ? ആ അനൂപ് സാറേ സർക്കാരിന്റെ സർക്കാരിന്റെ ഖജനാവോ? ഫ്രീസാണെന്ന കളിക്കുന്നേ. അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വട്ടത്തില്ല. 4, 8 എവിടാ നീ? അവന്ത് ഇവിടെ 1, 2, 4, 5, 6, 7, 8. അപ്പൊ അങ്ങനെ 200 രൂപ മക്കളെ. ഞാൻ തരാം. എത്ര നീ ഡീല് പറ. എന്തായാലും പുറത്തായി നീ. എന്താ ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞേ? വിനിക്കുട്ട നീ എന്റെ പറമ്പൂഴിയെ പോണത് നിന്നെ ഇറക്കൂല മറിക്കൂല തിരിക്കൂല. ആദ്യം നീ ഇറങ്ങും. 2 കാർഡ് ഞാൻ 120 രൂപ. നഷ്ടോടത്. 4, 4, 4, 12 രൂപ. പിന്നല്ലാണ്ട് അതാ ഞാൻ പറയാം. എനിക്ക് ഒരു കാർഡ് ഉണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. ഈ 2 കാർഡ് ഞാൻ നിനക്ക് വരും. 80 രൂപ ഞാൻ നിനക്ക് വരും. 80 രൂപ. എടാ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ എനിക്കൊരു കളി കളിക്കാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു? എനിക്കത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് 20 രൂപ കിട്ടും. എടാ മതി. അപ്പൊ ഞാൻ മൊത്തത്തിലൊക്കെ തന്നാ പോരെ. ഒരു കുലിക്കെങ്കിലും പാവം. എടാ ഇപ്പൊ തന്നെ വെറുതെ വരാനുള്ളല്ലേ നിനക്ക് ക്രിസ്റ്റ്യൻ വെക്കാൻ പറ്റുന്നില്ല. കഷ്ടം. കളി. ഇനി നിങ്ങൾ എല്ലാരും കാത്തിരുന്ന സുവർണ നിമിഷം എറിയടാ മക്കളെ. ഒറ്റക്കാട് പിച്ചക്കാശ്. എടാ ഒരു 2, ഒരു 4 ഇടറാ. ഈശ്വര ഒരു 12 തന്നെ വീട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 40 രൂപ. പോയിട്ട് തന്നാ മതി. ഇല്ല കൊടു. ഞാൻ നിനക്കില്ലേ ഇല്ല ഈ കാർഡ് നീ കൊടുത്തേ പറ്റൂ. വെറുതെ തന്നെ അല്ല എന്തൊക്കെയായിരുന്നു. വിനുക്കുട്ട ആദ്യം പോകുന്നു, എന്റെ പറമ്പ് കയറുന്നു, പറമ്പുമില്ല പുഴയൊക്കെ ഒന്നുമില്ല. വന്നു ഞാനേ ഇത് വിനുക്കുണ്ടാരാന്നിട്ട് പിടിക്കല്ലേട്ടാ. ഞാൻ ഒന്ന് മൂത്ര വെച്ചിട്ട് ആഘോഷിക്കാൻ എന്നൊക്കെ നീ പോയി കഴിക്കാൻ ഹാപ്പി അടിയാൻ. എന്തൊരു ഷോ ആയിരുന്നു എന്റെ പൊന്നോ. സഹിക്കാൻ പറ്റണില്ല. എങ്ങോട്ട് പോണു ഷോ കാണിക്കടിയാണ്. കാരണം എന്തെങ്കിലും നെക്സ്റ്റ് കളി ഔട്ട് ആവൂല്ല. എനിക്കൊരു ഔട്ട് ആവും നെക്സ്റ്റ് കളി. കാശുകാരൻ എപ്പരാച്ചി വെള്ളത്തിന്റെ ഇടയിൽ കുഞ്ഞു കിടന്ന് ഉറങ്ങാൻ കാണിക്കുന്ന മനസ്സ്. ഒരു ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ മൂങ്ങയുടെ കാർഡ്, അതായത് അടിക്കുന്ന കാർഡ് ക്യാൻസൽ ചെയ്യാം. വെറും 30 രൂപ. വെറും 30 രൂപ. ഈ ആദ്യമേ ഇറങ്ങി തെണ്ടി മിണ്ടായിരിക്കാം. ചുമ്മാ നിനക്കിപ്പോ 30 രൂപ എന്താ ആവശ്യം? ശരി ഇവിടുത്തെ കാശ് കിട്ടിയപ്പോ 30 രൂപ. ശരി എത്ര രൂപ കൊടുക്കണം? അവന് 80 രൂപ. 50, 60, 70, 80 രൂപ തന്നാ മതി അവന് കൊടുക്കാന്. അപ്പൊ എനിക്ക് കളിക്കണ്ടേ ബാക്കി? കളിക്കണ്ട. നിനക്ക് നാണമില്ലേ? എത്ര ശരി 80 രൂപ. കൊച്ചിനേൽ എത്ര ആശയുണ്ട്? 100 രൂപ. ചെലപ്പോ ജയിച്ചാലും പിന്നെ എടാ ആയിക്കോട്ടടാ. എന്നുണ്ടല്ലോ എനിക്ക് മാക്സിമം ഉണ്ടല്ലോ 11 മുരിക്ക വിടുന്നു. എനിക്ക് ഞാനല്ലേ 7. 1, 2, 3, 4, 5, 6, 7. എന്റെ 20 രൂപ. ബാങ്കർ ഗിവ് മീ മൈ 20 bucks.
വീട്ട്പണ്ണ ഇത് റെഡൊക്കെ വരച്ചിട്ടുണ്ടല്ലോ ഈശ്വര. കൊച്ചിന് പ്രാങ്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഫോഴ്സ് വൺ പ്ലെയർ ടു റിവാർഡ് യു വിത്ത് റെന്റ് ഫോർ ഓൾ പ്രോപ്പർട്ടീസ് യു ഓൺ ഇൻ വൺ ഓഫ് ദീസ് കളേഴ്സ്. കൊച്ചിന് നീല, റെഡ്, മഞ്ഞ ഇതിലേതെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ? റെഡ് ഉണ്ട്, റെഡ് ഉണ്ട്, നീലയുണ്ട്. നീല ഉണ്ടോ? ആ. അപ്പൊ റെഡിന് പറയണം. അയ്യോ 2 നീലയുണ്ട്. ഇതിലേത് നീല? ഏത് ഇത് ഇത് റെഡ് തന്നെ അല്ലേ? ആ റെഡില് ഒരു പ്ലെയറിനെ ഫോഴ്സ് ചെയ്ത് ഇയാൾക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടീസിൽ റെന്റ് കൊടുക്കാം. ഒരു സെറ്റിൽ റെന്റ് മേടിക്കാം. 120 രൂപ എനിക്ക് മേടിക്കാം. ഓൾ പ്രോപ്പർട്ടീസ് All പ്രോപ്പർട്ടീസ് യു ഓൺ. ഏതെങ്കിലും ഈ പറഞ്ഞ നീല, റെഡ്, മഞ്ഞ നിറങ്ങളിലുള്ള ഏതെങ്കിലും ഒരു നിറത്തിലുള്ള എല്ലാ പ്രോപ്പർട്ടിക്കും ഇയാൾക്ക് ഒരു പ്ലെയറിന്റെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് റെന്റ് മേടിക്കാം. ആ കാർഡ് കണ്ട സ്വത്തുക്കളെ ഇവിടെ ഇത്ര നേരം കളിച്ചിട്ട് ഈ കാരണമൊന്നും വന്നില്ലല്ലോ. ഞാൻ മാറ്റോ. അപ്പൊ വിനുക്കുട്ടെ 100, 200, 300 എന്റെ ഇല്ല ഈ കാശാരെ മേടിക്കുന്നത്. അതെ, അതല്ലേ കളി. നോക്ക് വായിച്ചു നോക്ക്. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ഫോഴ്സ് വൺ പ്ലെയർ ടു റിവാർഡ് യു വിത്ത് റെന്റ് ഫോർ ഓൾ പ്രോപ്പർട്ടീസ് യു ഓൺ ഇൻ വൺ ഓഫ് ദീസ് കളേഴ്സ്. അതായത് ഈ പറയുന്ന നീല, റെഡ്, മഞ്ഞ നിറങ്ങളിൽ നിങ്ങൾക്കുള്ള എല്ലാ പ്രോപ്പർട്ടിക്കും ഒരു പ്ലെയറിന്റെ കയ്യിൽ നിന്ന് ഫോഴ്സ് ചെയ്ത് റെന്റ് വാങ്ങിക്കാം. അതിന് അവന്റെ അത്ര പൈസ ഇല്ലല്ലോ. അപ്പൊ ഇറങ്ങി പോവാൻ പറഞ്ഞ എന്ത് ചെയ്യണം ഞാൻ പറ. പണയം വെക്കും. അപ്പൊ എനിക്ക് 360 രൂപ വരണം. വീട്ടിൽ പോയി ഞാൻ. അതെ, അത്രേ ഉള്ളൂ. അത് ഞാൻ അടിക്കും. ഇത് 4 എണ്ണം തന്നാ 360 ആരും അറിയാണ്ട് സെലക്ട് എടുത്ത് കളിക്കുന്നത്. എടാ 4 എണ്ണം ഇത് കിട്ടിയാ 360 രൂപയ്ക്ക് പുറത്താവോ? 4 എടുത്ത് കഴിഞ്ഞാൽ 8 80 8 ഒരു 200 രൂപ പുറത്തുണ്ട്. 240 എടുത്തോളാം. 240 പുറത്തുണ്ട്. എടുത്തു. അപ്പോഴേ കൂടുതലല്ലേ കിട്ടേണ്ടത്. കുറവാണ്. വേറെ എന്തോ കാശ് കൊടുറാ. പറ്റിക്കപ്പെട്ടാന്ന് എനിക്കൊരു സംശയം ഉണ്ട്. പറ്റിക്കപ്പെട്ടു. കൊടുത്താ? സമ്മതിച്ചാ? കൊടുത്തിട്ടില്ല. സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചിട്ടില്ല. ഞാൻ നോക്കുവാ. വില നോക്കുവാ. ഇടുന്നുണ്ട്. എടാ നിന്റെ അടുത്ത് 3 പിങ്ക് ഉണ്ടോ? 3 ഓറഞ്ച് ഉണ്ടോ? 3 ഓറഞ്ചിന് എത്ര കിട്ടുന്നത്? എന്താ തല്ലെന്നാ നീ ചോദിക്കാൻ സമയത്ത് കൊടുത്തേ പറ്റൂ. മോർഗേജ് അപ്പോഴും കിട്ടില്ല. 300 കൊടുത്തില്ലേ? എടാ ഇതിപ്പോഴും മേടിച്ചിട്ടില്ലല്ലോ. നോക്കിക്കൊണ്ടിരിക്കല്ലേ. എടാ ഇത് 3 എണ്ണത്തിന് എത്ര രൂപ കിട്ടും? നല്ല മൂഡ്. അത് 3 മാത്രം കിട്ടി എനിക്ക് 360 ഓക്കെയോ? ഇല്ല, അപ്പോഴും 240 ഉള്ളൂ. കാരണം ഓരോരുത്തർ റെന്റ് 80 രൂപയാണ്. 60 240 240 എത്ര? 60 അല്ലേ? 300. അപ്പോഴായില്ല. ഞാൻ വലിച്ചു. നീ വലിച്ചു. എടാ ഡോളപ്പാ, ഈ കാർഡ് നിനക്ക് കിട്ടിയെങ്കിൽ നീ കിഡ്നി ഇളക്കി കൊടുത്തിട്ട് പോകില്ലായിരുന്നു? അതെ, കൊണ്ടുപോയേനെ. സംശയം വേണ്ട ചേച്ചി. ആ 4 കാർഡ് എടുത്തേ. നീ ഒരു കാര്യം ചെയ്യടാ, എനിക്ക് 3 പച്ചതാ. ഗുഡ് ഐഡിയ. നിക്ക് 3 പച്ചയുടെ വെറുത്തൊന്നും നോക്കി പറഞ്ഞു. അത് ഗുഡാടാ. ഗുഡ് സാധനം. ആ ഇതിന്റെ റേറ്റ് 120, 120, 120, 300, 340, 360, 380 രൂപ. 60 കറക്റ്റ് എടുത്തു. അല്ലാതെ അവന് നഷ്ടമാണ്. മറന്നുപോയി. 4, 5, 4, 9. നീ ഇതല്ലേ വണ്ടി? ബാങ്കർ എനിക്കൊരു മഞ്ഞ ക്രസ്റ്റ് തരുമോ? 9 ബാങ്കർ തന്നെ ഓൾമോസ്റ്റ്. നിങ്ങളിത് കാണുക. ധോണി കളി വിട്ടിപ്പോ പുറത്താ കൂട്ടാ. ഒരു എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ എന്താ സംഭവിച്ചത്. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓടിച്ചിട്ടുണ്ടോ? ഒരു പ്രോപ്പർട്ടി ഓടിച്ചിട്ടുണ്ടോ ഫുള്ളായിട്ട്? അയ്യോ, മഞ്ഞുണ്ടോ? എനിക്ക് മനസ്സിലായില്ല എന്തുവാ. എന്താണ് കിട്ടിയത്? കേട്ടോ, തന്റെ കാർഡില്ലേ, കൊച്ചിന്റെ കാർഡ് കിട്ടിയായിരുന്നു. ആ സെയിം സാധനം ഇവന് വേറെ നിറത്തി കിട്ടി. അതായത് ഫോഴ്സ് വൺ പ്ലെയർ ടു റിവാർഡ് യു വിത്ത് റെന്റ് ഫോർ ഓൾ പ്രോപ്പർട്ടീസ് യു ഓൺ ഇൻ വൺ ഓഫ് ദീസ് കളേഴ്സ്. പിങ്ക്, ഓറഞ്ച്, ബ്രൗൺ. ഈ കാർഡ് എടാ
കാർഡ് ട്രേഡ് ചെയ്യുന്ന സിദ്മിക്ക് ട്രേഡ് വേണം. എന്താ എന്റെ അടുത്ത് പിങ്ക് അവിടെ, ഓറഞ്ച് അവിടെ, ബ്രൗൺ അവിടെ. സിദ്മ ജയിച്ചാ പോരെ. എനിക്കൂട്ട് എനിക്ക് പിങ്കൂലും ഓറഞ്ചില്ല ബ്രൗണും ഇല്ല. എന്റെ അടുത്ത് ട്രേഡ് ചെയ്യാനാണ് അവനിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ എനിക്ക് ഇന്ത്യ ഉണ്ടല്ലേ. എന്നാ വേണ്ട ക്യാൻസൽ വെടുന്നൂറ് കൊള്ളത്തില്ല കൊള്ളത്തില്ല ഏട്ടാ പന്നക്കാരടാ എടാ എടാ ആ കാർഡ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ് ക്യാൻസൽ ചെയ്യാനുള്ള ആളാണ്. ഇതെന്താണ് ഇത് ഇവര് കിട്ടിയ ജയിൽ കാർഡ് എന്തെങ്കിലും അതുപോലത്തെ രക്ഷപ്പെടാൻ അതൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായില്ല. അവന്റെ നീ അത് മേടിക്കും. അവന്റെ കയ്യിലുള്ള സാമാനം എന്റെ കയ്യിലൊന്നും ഇല്ല. നിന്റെ തന്നെയാണ് ഇരിക്കണം. പിന്നെ നീ എന്താണ് മാറ്റാൻ പോകുന്നത്? ശരിയടാ. അടാ ഇതിനകത്ത് കളറുണ്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യും? എന്റെ അടുത്ത് നോക്കി ഇന്റെ ഓടിക്കും ഞാൻ. ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് എടുക്കുന്ന സാധനം അവന് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നീ മണ്ടറായിട്ടല്ലേ നീ മേടിച്ചത്? അല്ലല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിന് ഒരു കാർഡ് എടുക്കുകയാണ്. യു ലോസ് 20 റിവാർഡ്സ്. ഞാൻ നിനക്കത് ട്രേഡ് ചെയ്യണം. നിന്റെ 20 കളയോ? ഇത് ജയിൽ ഫ്രീ കാർഡാണ്. പിന്നെ ഇതും ഒരു രക്ഷപ്പെടാനുള്ള കാർഡാണ്. പക്ഷെ ഇത് അതുപോലത്തെ കാർഡല്ല. ഒന്നും തരണ്ട നിനക്ക്. നീ ആ ക്യാൻസൽ ആയതിന്റെ നിനക്ക് റീ എടുത്തോ. നീ ആ റൂൾ ബുക്ക് വായിച്ചിട്ട് ഇത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ നോക്കി വായിച്ചു പറഞ്ഞു. പിന്നെ എന്നാ പിന്നെ ഇഷ്ടമുള്ള കാർഡ് ഇഷ്ടമുള്ളവർക്ക് ട്രേഡ് ചെയ്താൽ പോരെ. എപ്പോഴും അവിടുന്ന് നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ കാർഡ് അവന്റെ മേടിച്ചത്? ഞങ്ങളോട് ചോദിച്ചാ? Get out of jail free. This card may be kept until needed, traded or sold. എടാ ഈ കാർഡ് എടാ ഇതും ഒക്കെ നമുക്ക് എസ്കേപ്പ് ചെയ്യുന്ന കാർഡുകളാണ്. എവിടെ ഇരിപ്പട്ടെ കേട്ടോ. ഇതല്ല ഇതില് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. നീ എന്തിനാ മേടിച്ച? അവൻ ഇല്ല. ഞാൻ പറയട്ടെ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കുട്ടി ഇങ്ങനെ ശീതുമ്മ ഈ കാർഡ് ഞാൻ തനിക്ക് 20 രൂപ വരും. അപ്പൊ തന്നെ ഡോള് 30 രൂപ എടുത്ത് ക്ലിപ്പ് ഉണ്ടാവും മിക്കവാറും നോക്ക്. എന്നിട്ട് ചോദിക്കണേ ആരും എന്താ പറയാനുള്ളത്? നീ കാടാ പടലോ എന്തെങ്കിലും ഇത് നടക്കട്ടെ. റീ എടുക്കുന്നോ? ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് നാറിയ വഴി സ്വീകരിക്കും. ആടെ ഹൗസ് ക്ലാസ് ടു വൺ ഓഫ് യുവർ പ്രോപ്പർട്ടി ഫെനി കംപ്ലീറ്റ് കളർ സെറ്റ്. ആ എടുക്ക്. സന്തോഷമില്ലേ? പണിയെടുക്ക്. അന്ന് നിനക്ക് കിട്ടിയല്ല അവന് കിട്ടിയതല്ലേ? മിണ്ടിപ്പോയത് അവന് കിട്ടിയ തന്നില്ല തോറിട്ട് കള്ളക്കളി. നീ ആ ഏറ്റവും വലിയ വിട്ടായി വിൽക്കാൻ പറ്റാത്ത സാധനമൊക്കെ അവരെ കൊണ്ട് മേടിച്ചു. നീ അതിന് പിന്നെ മദ്ദ അത് വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ഉണ്ടല്ലോ വേണേ ഇപ്പൊ ഡ്രാഗന്റെ കുഞ്ഞിനെ വിൽക്കാൻ വെക്കും. അത് ബുദ്ധിയുള്ളൊരു വാങ്ങിക്കാണ്ടിരിക്കും. മണ്ടന്മാരെ വായുകൾ വാങ്ങിച്ചു വെക്കും. ഇപ്പൊ കണ്ടു ഇപ്പൊ തോന്നി വിടിപ്പോയി. എല്ലാവരുടെയും പ്രാക്കനെ പള്ളിക്ക് ഇടും. എനിക്കൊരു പ്രാകാൻ തോന്നുന്നു. വിൽക്കാൻ പറ്റാത്ത കാർഡ് വരെ വിറ്റേക്കുന്നത്. കുളിപ്പണ്ടേ 30 തിരിച്ചു കൊടുക്കുക. എനിക്കാ ഹലോ എങ്ങോട്ടേക്ക് വഞ്ചിക്ക് പോകാൻ വന്നോ? എപ്പോഴും വഞ്ചി പോയിക്കൊണ്ടിരിക്കും. മണ്ടന്മാർ എപ്പോഴും വഞ്ചിക്കപ്പെടും. എന്നിട്ട് ഞാൻ ചോദിച്ചേ അല്ലടോട് നീ എന്തിനാ കാർഡ് വാങ്ങിച്ചു? ടാക്ടിക്കൽ പ്ലേ കണ്ടില്ല? ടാക്ടിക്കൽ പ്ലേ അതെന്തിനാ വാങ്ങിച്ചെന്ന് അറിയോ? ഇതിനാണ് വാങ്ങിച്ചത്. ശിവനെ 4 1 2 3 4 ഓക്കെയാണ്. വാ പൂത്തിലേക്ക് ഇറക്കി എന്റെ സിദറിന്റെ രാജിക്കത്ത് വേണ്ട കൊണ്ടതിന്. അല്ല ബാക്കി ബാക്കി പറ്റില്ല എഴുതിക്കോ. പറ്റില്ല. പറ്റില്ല. ഇനി കാശ് കിട്ടാറുണ്ട്. ഈ കാശാണ്. എന്നാ എന്റെ കണ്ണാടി മൈക്ക് മാറണം. എന്റെ മൊബൈൽ എന്റെ ചീപ്പ് എവിടെ പോണു? നീ എവിടെ ഇരുന്ന് വെച്ചാ? അതെ ഒരു മിനിറ്റ്. ഈ കണ്ണാടി ഒക്കെ എടുക്കോട്ടെ. കണ്ണാടിയും മൈക്കും ചീപ്പ് എടുക്കോട്ടെ. എന്നാ എന്റെ കാറിന്റെ കീന്ന ലക്ഷങ്ങളുടെ കാർ കൊണ്ടുപോകും. 20 ഇനിയും തന്നെ. ഈ 7 lakhന്റെ കാർഡാ കൊണ്ടുപോകും. അവരെടുത്തിട്ട് അവൻ ഔട്ട് പോസ്റ്റ് കയറി. വെറും ഗൈസ് കാണണം.
വെറും 160 രൂപ സാധനത്തിന് ഞാൻ ലക്ഷങ്ങളുടെ കാർ എടുത്ത് തീർന്നിട്ടുണ്ട് ഞാൻ. അത്രയും പാവമാണ് ഞാൻ. എന്താ അറിയാ സത്യസന്ധൻ. എന്നെ പറ്റി ഇപ്പൊ അവിടെ പറഞ്ഞുണ്ടായത് വെറുതെ. ഗോ ബാക്ക് 4 spaces, ഫോളോ ദ റൂൾസ് ഓഫ് ദാറ്റ് സ്പേസ്. 1 2 3 4. എന്റെ പറമ്പ മോനെ നിക്കട്ടാ. എന്റെ പറമ്പ ഇപ്പൊ പറയാം. 160. ഇന്ന് തോറ്റില്ലേ അവൻ? ക്രസ്റ്റ് ഉണ്ട് അതിനകത്ത്. ക്രസ്റ്റ് ഇല്ല. ആ ശരി 80. ചേച്ചി എന്താണ് ചേച്ചി? ഒരു ക്രസ്റ്റ് വരൂ. അയ്യോ ശരിയാ മണ്ടി. അവിടെ ക്രസ്റ്റ് വെച്ചായിരുന്നു. ഇത് നിന്റെ ക്രസ്റ്റ് ആണോ? അതെങ്ങനെ മഞ്ഞ എന്റെയാണ്? ഞാനിവിടെ വെച്ച ക്രസ്റ്റ് ആണ്. അപ്പൊ ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നില്ലേ? 160. ഇത് എന്റെ ക്രസ്റ്റ് ആണ്. അത് അവന്റെ. ക്രസ്റ്റ് എവിടെയും ചേച്ചി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത്. എടാ ഞാനിവിടെ വാങ്ങിച്ചു വെച്ച ക്രസ്റ്റ് ആണ്. ഇവിടെ എന്റെ ക്രസ്റ്റ്. ഓ ചേച്ചി ഒന്ന് എടാ ബാങ്കറെ നീയാണ് എനിക്ക് മഞ്ഞ ക്രസ്റ്റ് ആയിരുന്നത്. പിന്നെ ആരുടെ അപ്പൂപ്പനാ? ചേച്ചി ഉണ്ടാക്കി എനിക്ക് അവിടെ ക്രസ്റ്റ് ഉണ്ടായടാ. അപ്പൊ ഈ മഞ്ഞ അവിടുത്തെ ക്രസ്റ്റ് ആണ് പറ. ഇങ്ങോട്ടേക്ക് ചേച്ചി എടുത്തു വെച്ചു. എനിക്ക് നേരത്തെ ഇത് എടുത്ത് വെക്കാൻ പറഞ്ഞില്ല. അപ്പൊ ആ മണ്ടൻ എടുത്ത് തന്നെ മഞ്ഞാണ്. അപ്പൊ എനിക്ക് ക്രസ്റ്റ് ഇല്ലേ? ചേച്ചിക്ക് അവിടെ ക്രസ്റ്റ് ഇല്ല. എവിടെ നിന്റെ 80? ഇപ്പൊ ലാസ്റ്റത്തെ ഇതില് 5 5 ഒരു 10 ഇട്ട് കഴിഞ്ഞപ്പോ ഡോണിന് തരാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഡോണിന്റെ ലാസ്റ്റത്തെ 2 കാർഡ് കൂടെ ഡോൺ എനിക്ക് ട്രേഡ് ചെയ്ത് അങ്ങനെ എല്ലാം ഞാൻ വാങ്ങിച്ചു. എത്ര എത്തിയതാണ് ലാസ്റ്റ് ആ കാർഡ് വരെ സെയിൽ ചെയ്ത്. അങ്ങനെ ഒഫീഷ്യലി കളി ഞാൻ വിജയിച്ചിരിക്കുന്നു. കുഞ്ഞെ അമ്മിക്കല്ലുണ്ടാ? ഒലക്കയോ കരിങ്കല്ലോ? ഓക്കെ ഗായ്സ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ വീഡിയോ വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ മോണോപ്പൊളി നേരത്തെ കാണിച്ച മോണോപ്പൊളി ഒക്കെ വാങ്ങണമെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുകളിൽ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം. അതിന്റെ അകത്ത് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഒരു സന്തോഷം. അനൂപിനൊരു സന്തോഷമില്ലല്ലോ എന്താടാ. അപ്പൊ ബൈ.